ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പാസ്ത ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ വറുക്കുകയാണ്. പാസ്ത വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 50 ഗ്രാമോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇടുകയാണ്. ഇതിനി ഒന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്താ ഇപ്പൊ ഇതിലിട്ടത്? ബട്ടർ ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഗാർലിക് ചോപ്പ് ചെയ്തിട്ടല്ലേ? And then the other one, what is that? Okay, what you have done here? Yes. Okay, so ബാക്കി ingredients add ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 കപ്പ് പാല് ചേർക്കുകയാണ്. പാലിലൊന്ന് നന്നായിട്ട് മൈദ വെന്ത് കിട്ടണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തു. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാസ്ത വെന്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ വെള്ളമല്ലാതെ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കില്ല. 1 ടേബിൾ സ്പൂൺ ചീസും കൂടെ ചേർത്തു. ഞങ്ങളുടെ ലിറ്റിൽ ഷെഫിൻ്റെ ഗംഭീര പാചകം നടക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ പാസ്ത വെന്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഫ്രോസൺ കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാചകം ചെയ്താൽ മാത്രം പോരല്ലോ, ഉപ്പ് നോക്കണ്ടേ. അടുത്ത ആളും പാചകത്തിന് എത്തിയിട്ടുണ്ട്. സൂര്യയും ഉപ്പ് നോക്കുകയാണ്. ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം കൂടെ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് ചിക്കൻ ചേർക്കാത്തതാണ്. ചിക്കൻ ചേർത്തത് വേറെ വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.